ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ്റെ നിവേദനം നാളത്തെ വിശേഷങ്ങളിലേക്ക് അവരും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചിട്ട് വീഡിയോയിൽ കിടക്കാം. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ശ്രുതിയോട് സംസാരിക്കുകയാണ്. ശ്രുതിയോടത്തി ഒരുപാട് ക്യാഷ് മേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഈ ആൻറ്റിൻ്റെ അടുത്ത്. ചേട്ടനോ എല്ലാം അറിയാമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എടാ അന്ന് എനിക്കറിയത്തില്ല, കാരണം അങ്ങനെ അവൾ മേടിക്കാൻ ചാൻസ് ഒന്നും നീ ആവശ്യമില്ലാതെ പറയായിരുന്നു. ഇല്ല ഏട്ടാ, അത് അറിയാം, അതായത് ശരത്ത് അവിടുത്തെ ജോലിക്കാരനായിരുന്നു, അങ്ങനെ അവർ അക്കൗണ്ടൻ്റ് ആയിരുന്നു, അങ്ങനെ അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ചേട്ടനോട് ഇങ്ങനെ പറയാൻ കാര്യം. ചേട്ടൻ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്ന കാര്യമില്ലെന്ന് പറയാം. ശ്രുതിയോടത്തി ഒന്ന് ചോദിച്ചു നോക്കുന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അപ്പോൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇല്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നേരെ റൂമിലേക്ക് നമ്മുടെ ശ്രുതി വരുവാണ്. അതുപോലെ തന്നെ ശ്രീകാന്ത് സച്ചിൻ നിന്നുകൊണ്ട് പറയണേ, സച്ചിയേട്ടാ അങ്ങനെ ശ്രുതിയേട്ടന് അറിയത്തില്ല ഈ സംഭവം, അതുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, ഇല്ലെന്ന് തന്നെയാണ് പറയുന്നതെന്നൊക്കെ പറയുന്നത്. ഇല്ലടാ അത് ഉണ്ടടാ, കാരണം ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ശരത്ത് അങ്ങനെ പറയത്തില്ല, ശരത്ത് അങ്ങനെ രേവതിയെ വിളിച്ച് പറയത്തില്ല. കാരണം ശ്രുതിക്ക് എന്തോ ഇടപാട് നമ്മുടെ ആൻ്റണി ആയിട്ടുണ്ട്. കാരണം ക്യാഷ് ഒരുപാട് മേടിച്ചായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ വേറെ എവിടെയോ ക്യാഷ് കൊണ്ട് വിനിയോഗിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രുതി റൂമിലേക്ക് വരികയാണ്. ശ്രുതിയും റൂമിൽ വെച്ച് കണ്ടുമുട്ടുമ്പോഴത്തേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ ശ്രുതി ഒരു കാര്യം പറഞ്ഞു, അതായത് നിനക്ക് ആൻ്റണി അറിയാമെന്ന് ചോദിച്ചു. ആൻ്റണി ഇല്ല, എന്താ അല്ല ആൻ്റണി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ആളത്തുനിന്ന് നീ ഇടയ്ക്ക് ക്യാഷ് മേടിച്ചെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ആ ക്യാഷ് നീ മേടിക്കുന്നുണ്ടോ? കാരണം ഇടയ്ക്കിടയ്ക്ക് ക്യാഷ് മേടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നു. നീ മേടിക്കുന്നുണ്ടോ ശ്രുതി എന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ല, നീ എന്തിനു ഇങ്ങനെ ശ്രുതി എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ അറിയാത്തവരും ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതൊക്കെ ചോദിക്കുക. അല്ല, രേവതി സച്ചിയോട് പറഞ്ഞു, രേവതിയുടെ അനിയനായിട്ടുള്ള ശരത്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പം ശരത്തിനറിയാം ഇങ്ങനെ നീ പോയി അവിടെ പോയി ക്യാഷൊക്കെ മേടിക്കാറുണ്ടെന്ന് പറഞ്ഞു. ശ്രുതി ആവശ്യമില്ലാതെ പറയുന്നത്, കാരണം ഞാൻ അങ്ങനെ പോകേണ്ട കാര്യമില്ല. എൻ്റെ അച്ഛൻ മലേഷ്യയിലുള്ള വലിയ കാശുകാരാണ്. എനിക്ക് ആ വീട്ടിൽ പോലും, കാരണം അവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു, അവിടെ സമാധാനം മാത്രമല്ല. ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഈ ഫാമിലി കയറി പിന്നെ ഓരോ വിഷയങ്ങളുണ്ടായിട്ട് നമ്മൾ തന്നെ ഇപ്പം ഞാൻ നിന്റെ വിഷയത്തിൽ നിന്നെ സഹായിക്കാൻ വേണ്ടി എനിക്ക് അങ്ങനെ ക്യാഷിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് തന്ന 40 ലക്ഷം അല്ല 50 ലക്ഷം രൂപ ഞാൻ എടുത്താൽ പോരായിരുന്നു. അതുപോലും ചെയ്യാതെ ഞാനിങ്ങനെ കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ നീ ആലോചിച്ച് നോക്കി എത്രമാത്രം ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ എന്തിനാ ഈ ആൻറ്റിൽ നിന്നൊക്കെ കാശ് മേടിക്കുന്നത് അതായെന്നൊക്കെ പറഞ്ഞ് എല്ലാം പ്ലേറ്റ് തിരിച്ചു വരുന്നുണ്ട്. അല്ല, അത് അവരങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അല്ലെങ്കിലും രേവതിക്ക് സച്ചിക്ക് നമ്മൾ നന്നാകുന്നതോ നല്ല രീതിയിൽ ജീവിക്കുന്നു, നമ്മുടെ ദാമ്പത്യമൊക്കെ നല്ല രീതിയിൽ പോകുന്ന അവർക്ക് ഇഷ്ടമല്ല, പിരിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. എന്നേലും അവർ നമ്മൾ നന്നാകുന്ന കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ശരിയല്ലേ എന്ന് പറഞ്ഞാൽ ശരിയല്ല, ശരി തന്നെയാണ്. കാരണം ഞാൻ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു പരിപാടിക്ക് പോകുന്നില്ല. രേവതിയും സച്ചിയും ആവശ്യമില്ലാത്ത പറഞ്ഞ് നിന്റെ ഉള്ളിൽ വിഷം കുത്തി നിറയ്ക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്തല്ല അതിനെ പറഞ്ഞു വിട്ടത് അവരായിരിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നേരെ സച്ചി രേവതി വന്നിട്ട് ചോദിക്കുക. രേവതി പറഞ്ഞ്, സച്ചിയേട്ടാ എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അടി അവൻ ശ്രീകാന്ത് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രുതിക്ക് അറിയത്തില്ലെന്ന് തന്നെ പറയുന്നത്. ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല, കാരണം അവൾ പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ ഇപ്പം ശ്രുതി പറയുന്നത് സത്യമാണോ ഇല്ലെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതി ചോദിക്കും, നിന്റെ കാര്യം എന്താ? നീ ശ്രുതിയോട് ചോദിച്ച സമയം മുതൽ ഞെട്ടി വിറച്ച് അകത്ത് വേർത്ത് ഒഴുകിക്കൊണ്ടിരിക്കുക. കാരണം അവൾ ആകെ ഈ എന്നൊക്കെ വെച്ച് വല്ലാണ്ടൊരു സ്റ്റേജിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് അപ്പം തന്നെ കൺഫേം ആക്കാം ഇവൾക്ക് എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്ന് പറഞ്ഞാൽ. കള്ളത്തരമുണ്ടല്ലേ, ശരിയല്ലേ, ഇവള് ഓരോന്നും ഒപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവള് ഇതിനു മുമ്പേ പല പ്രാവശ്യം പല കള്ളത്തരം കാണിച്ചിട്ട് ഇതെല്ലാം പിടിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അടുത്ത് വന്നിട്ട് ഇതെന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. കാരണം ഇവക്ക് മാത്രമല്ലേ അപ്പം രവതി ഇത് ശ്രുതിക്ക് അങ്ങനെ പോകേണ്ട കാശ് മേടിക്കേണ്ട കാര്യമില്ല, അവരുടെ അച്ഛൻ മലേഷ്യയിലല്ലേ എന്നൊക്കെ പറയുന്നത്. മലേഷ്യയിൽ ശരിയാണ്, മലേഷ്യയിൽ അവിടെ വലിയ കാശുകാരാണ്, അവരുടെ ഇളയപ്പൻ അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, പിന്നെന്തിനും ക്യാഷിൻ്റെ ആവശ്യം എന്നൊക്കെ ചോദിക്കുക. അല്ല എന്താണെങ്കിലും ഇതൊന്ന് കണ്ടുപിടിക്കണം രവി എന്ന് പറയാം. ശരിയാട്ടാ സച്ചേട്ടാ, നമുക്കിത് എന്താണെങ്കിലും കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ ഇങ്ങനെ കടന്നു പോകാം, അങ്ങനെയുള്ള സീനുകളെല്ലാം കണ്ടിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. പിറ്റേ ദിവസം സച്ചിൻ രേവതിയും പൂവൊക്കെ വിൽക്കാൻ പോവും, വണ്ടി ഓടിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് രേവതി നമ്മുടെ ചന്ദ്രമതിയാണ് ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം. ഇവിടെ കണ്ടിട്ട് ഇത്ര തന്നെ എവിടെ പോയിക്കുമായിരുന്നു രവതി, നിനക്കൊരു വീട്ടിലിരുന്ന് തന്നെ നിനക്ക് ഈ പൂവും പറക്കി കൊണ്ട് പോയിട്ട് ഇവിടെയൊക്കെ എന്നാ നേടാനുള്ളത്? കാരണം എത്രമാത്രം വലിയ കാശ് കിട്ടുന്ന പോലെ ഒരു ബിസിനസ് അല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, നിനക്ക് എന്നെ തന്നെ ഇതാണ്, ഞാൻ ഇതുവരെയായിട്ടൊന്നും കഴിച്ചില്ല രവിയേട്ടാ, എനിക്കെന്നെ വിശന്നിട്ട് വയ്യ, എനിക്ക് എന്നെ കഴിക്കണ്ടേ, എനിക്ക് ഇവിടെ ഒന്ന് ഉണ്ടാക്കി തരാൻ ആരുമില്ലല്ലോ, ഇവരെല്ലാം അവരവരുടെ രീതിയിൽ പോകും, ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്, മരുമകളായിട്ട് ഇവളൊക്കെ എവിടെ പോയി കിടക്കുമെന്നൊക്കെ ചോദിക്കും. അതായത് നമ്മളറിയാലോ, ആദ്യം ഒരു ശ്രുതിക്ക് ചെറിയൊരു പണി കൊടുക്കാൻ വേണ്ടി സച്ചിനെ അവധിയെല്ലാം പൊക്കിയെടുത്ത് മകനെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുമായിരുന്നു. ഇപ്പോൾ അത് നേരെ താഴെയിട്ട് പിന്നെയും ചവിട്ടി അരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ രേവതിനെ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മ ഞാൻ പൂ വയ്ക്കാൻ നീ പൂവിക്കേണ്ട കാര്യം ഇവിടെ നിന്നാൽ പോരാ എന്നുള്ളത് ചോദിക്കുമ്പോഴത്തേക്കും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സച്ചി പറയുവാണ്, അത് രേവതി ഒന്നും കാര്യമാക്കണ്ട,
ഇത് കാര്യമാക്കേണ്ടെന്ന് പറയുന്നുണ്ട്. സച്ചിയേട്ടാ അത് അമ്മയുടെ സ്വഭാവമല്ലേ, അത് ഞാൻ അങ്ങനെ കണക്കിലെടുക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ സച്ചി പറയുന്നുണ്ട് പൗഡർ വൃത്തി ഉണ്ടല്ലോ, പലയിടത്തും ഇവിടെ ഉണ്ടല്ലോ, പലയിടത്ത് പറഞ്ഞിട്ട് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ എനിക്ക് അവളൊന്നും ഉണ്ടാക്കുന്ന വേണ്ട, വായി വെക്കാൻ പോലും കൊള്ളത്തില്ല, ഞാൻ വല്ല അസുഖം പിടിച്ച് വല്ല ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്നുള്ള ഇതൊക്കെ ചന്ദ്രമതി പറയുവാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഞങ്ങളെ വെറുതെ ഇരുന്നില്ല, ഞങ്ങളിപ്പം 30 ലക്ഷം രൂപയുടെ, അതായത് ശ്രുതിയും കൊടുത്തായിട്ടുള്ള ആ ക്യാഷിന്റെ പുറകെ നടക്കുക, ഞങ്ങൾ CID പണി ചെയ്തുകൊണ്ട് നടക്കുക. ഇപ്പം രേവതി ഇപ്പം അവിടുത്തെ മെയിൻ ആളാണ്. ഇപ്പം അതിൻ്റെ പുറകെ ഞങ്ങൾ അതും കൂടെ ഞങ്ങളുടെ ജോലി കൂടാതെ അതും കൂടെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇത് നിങ്ങൾക്ക് വല്ല അറിയാമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് രേവതി പറഞ്ഞത് സച്ചിയുടെ വേറൊരു കാര്യമുണ്ട് എൻ്റെ അകത്ത് പറഞ്ഞത് എന്നാ, അതായത് അന്ന് ഇവർ ക്യാഷ് കൊടുത്തത് നമ്മുടെ അമ്പലത്തിൽ വെച്ചാണ്. അമ്പലത്തിലെ CCTV ദൃശ്യത്തിൽ ആ വിശ്വനാഥ് എന്ന് പറഞ്ഞ ആളുടെ ഫോട്ടോ ഉണ്ടല്ലോ, ആ വീഡിയോ കാണാൻ പറ്റും. അവരെ ഭാര്യ ഭർത്താവിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ. അപ്പം നമുക്ക് അതൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പം നീ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ കിട്ടാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതൊന്നും നീ മേടിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അന്ന് നിൽക്കുവാണ്. അവരും അത് ആലോചിച്ചുകൊണ്ട് അത് സംഭവം കിട്ടാൻ ചാൻസ് ഉണ്ട്, അത് ചിലപ്പം നമ്മുടെ വിശ്വനാഥിനെ പിടിച്ചിട്ട് 30 ലക്ഷം രൂപ കിട്ടാൻ ചാൻസ് ഉണ്ട് പുറത്ത്. അപ്പോൾ എല്ലാവരും സമാനത്തോടെ നിൽക്കുവാണ്. സമാനത്തോടെ എന്നിട്ട് നേരെ റൂമിലേക്ക് കടന്നു പോവാണ്, എല്ലാവരും പിരിഞ്ഞ് പോവാണ്. അപ്പോൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ശ്രുതിയോട് പറയണേ ആശ്വാസമായി, ഇനിയിപ്പോൾ ശ്രുതിയും സച്ചിൻ രേവതിയും കുറിച്ച് അത് കണ്ടുപിടിച്ച് നമുക്ക് 30 ലക്ഷം രൂപ തരുമല്ലോ എന്നുള്ളത് പറഞ്ഞു. ഉടനെ ശ്രുതി പറഞ്ഞു നീ എന്നെ മണ്ടനാണ് ശ്രുതി, കാരണം എന്ന് പറഞ്ഞാൽ ആ സച്ചി അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞത് കേട്ടോ, അതായത് ഈ പൈസ തിരിച്ച് കിട്ടിയിട്ട് അച്ഛന് കൊടുക്കണമെന്ന്. അച്ഛന് കൊടുത്തു കഴിഞ്ഞാൽ സബ് ഡീലേഴ്സിന് ആര് ക്യാഷ് കൊടുക്കും? അച്ഛന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഭവം പറഞ്ഞാൽ 30 ലക്ഷം രൂപ നമുക്ക് കിട്ടുമോ? നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ക്യാഷ് കിട്ടത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ശരിയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് ശരി, എന്തേലും ഒന്ന് ചിന്തിച്ചും കണ്ട് പ്രവർത്തിക്കാൻ നോക്കും ശ്രുതി. കാരണം അവർ കണ്ടുപിടിക്കുന്ന മുമ്പ് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്രെഡിറ്റ് പോകത്തുമില്ല, മാത്രമല്ല ക്യാഷ് നമ്മുടെ കയ്യിലെത്തും. ആ ക്യാഷ് നമ്മുടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ശരിയാന്ന് പറയുമ്പോഴത്തേക്ക് അതുകൊണ്ട് അപ്പം ഇപ്പം നമ്മൾ എങ്ങനെ ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് അതിനൊക്കെ എൻ്റെ ആളുണ്ടെന്ന് പറയും. അതിന് ആളുണ്ടോ? അതെ ആളുണ്ട്, ഞാനത് വേണ്ട രീതിയിൽ ഞാനത് കൈകാര്യം ചെയ്തോളാം എന്ന് ശ്രുതി പറയുകയാണ്. അത് ആരെ വെച്ച് നോക്കുന്നത്, അതൊന്നും നീ അറിയേണ്ട ശ്രുതി, കാരണം ഇതിനെക്കുറിച്ച് കരഞ്ഞ് കൂടുതൽ തല പൊണ്ണാക്കണ്ട, കാരണം അതിനുള്ള വഴി അതിലൊക്കെ ഞാൻ തുറന്ന് തന്നെ അതൊന്ന് ചെയ്തോളാം, കാരണം അതിനുള്ള ആൾക്കാർ എൻ്റെ ഉണ്ട്, അതിനെക്കുറിച്ച് വറിയിടാകുകയോ വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ശ്രുതി ഉദ്ദേശിച്ച ആളെന്ന് പറയുമ്പോൾ നമ്മുടെ ആൻ്റണി തന്നെയാണ്. ആൻ്റണി അടുത്ത് അടുത്ത പണി മേടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് കാത്തിരുന്ന് കാണാം. പിന്നെ അതിനെ എന്നിട്ട് പിറ്റേ ദിവസം തന്നെ ശ്രുതി മീരയെ വിളിച്ചിട്ട് മീര ഒന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പം നേരെ വന്നുകൊണ്ട് എന്നിട്ട് അങ്ങനെ ഓക്കെ പറഞ്ഞ് നേരെ മീരയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് മീര ഇന്ന പോലെ ഒരു സംഭവമുണ്ട്, ആ 30 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടി ആ CCTVയുടെ പുറകെ പോയി കഴിഞ്ഞാൽ കണ്ടെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ആൻ്റണിയെ കണ്ടു കഴിഞ്ഞാൽ ആൻ്റണി അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൻ്റണി ഓക്കെ പറയും. ആ ആൻ്റണിയിൽ നിന്ന് ക്യാഷ് മേടിച്ച് നമ്മൾ എസ്കേപ്പ് അടിക്കാം, അതായത് ആ ക്യാഷ് നമുക്ക് മേടിച്ചുകൊണ്ട് മാറാം. അല്ലെങ്കിൽ സച്ചിൻ രേവതിയിൽ നിന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ക്യാഷ് നേരെ അച്ഛൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കും, അങ്കിളിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ പിന്നെയും അവർക്ക് ക്രെഡിറ്റും വരും, കാരണം നമ്മുടെ ക്യാഷൊന്നും വരുത്തുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എന്ന് പറയുകയാണ്. അപ്പം മീര പറയാം അത് നല്ലൊരു ഐഡിയ, നമ്മൾ തന്നെ ചെയ്യാം, അതിൻ്റെ പുറകെ അവരെന്നാ അയക്കേണ്ട. ശ്രുതിയാണെങ്കിലും ഇതിൻ്റെ പുറകെ വലുതായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശരിയാ, എന്നെ കെട്ടിയവനാന്ന് പറഞ്ഞിട്ടുള്ളതെന്നുള്ള കാര്യം അവൻ വേറൊന്നും ചെയ്യുന്നുമില്ല, ഒന്നുമില്ല, ഇങ്ങനെ ചുമ്മാ ഇരിക്കുവാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നത് നല്ലതെന്ന് മീരയും പറയുന്നുണ്ട്. മീരയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഓക്കെ പറഞ്ഞ് നിർത്തുന്നുണ്ട്. അതാണ് ഇന്ന് ലാസ്റ്റ് കാണുന്ന, നാളെ രാവിലെ ലാസ്റ്റ് കാണാൻ പോകുന്ന സീന്. അപ്പം കാത്തിരുന്ന് തന്നെ കാണാൻ വരുന്ന ദിവസങ്ങളിലുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണും, ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.